നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്, കുറച്ച് വഴക്കൊക്കെ ഇട്ടിരിക്കുന്ന അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമോ? ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്താനും അവരിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജും ഫോൺ കോളും ഒക്കെ ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അഫർമേഷൻ പറയുന്നുണ്ട്. വീഡിയോയുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും നിങ്ങളുടെ വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ വ്യക്തിയുടെ ശരിക്കും മനസ്സിൽ എന്തൊക്കെയാണ്, റിലേഷൻഷിപ്പിൽ എന്താണ് പ്രശ്നമെന്നൊക്കെ കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് പരിഹാരവും കണ്ടെത്താൻ സാധിക്കുന്നതാണ്. പ്രശ്ന പരിഹാരത്തിനായിട്ട് റിച്വൽസും ബ്രേസ്ലെറ്റ്സും ഒക്കെയാണ് നൽകുന്നത്. ഉടനെ തന്നെ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് റീഡിംഗ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്ന 3 ഓഫ് കപ്സ്, 4 ഓഫ് വാൻഡ്സ്, 3 ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് സോർഡ്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് വാൻഡ്സ്, 4 ഓഫ് കപ്സ്, കിങ് ഓഫ് സോർഡ്സ്, 10 ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് കപ്സ്, 6 ഓഫ് സോർഡ്സ്, 6 ഓഫ് വാൻഡ്സ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ദ മൂൺ കാർഡാണ്. ഇവിടെ വ്യക്തമായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നത്തിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ. അതായത് നിങ്ങൾക്കാവാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കാവാം എന്തൊക്കെയോ കാര്യത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സമാധാനത്തോടു കൂടി ഇരുന്ന് ഇതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ഇടയിൽ ശരിക്കും ഒരു വഴക്ക് തന്നെ ഉണ്ടാവുകയാണ്. ആ ഒരു കലഹം ഉണ്ടാകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വെറുപ്പ് നിറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ആവട്ടെ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിലുള്ള എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാവാത്തൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ മെയിൻ കാരണമായിട്ട് കാണുന്നത് അത് തന്നെയാണ്. ഈ ഒരു പ്രശ്നം, അതായത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള റീസൺ എന്താണെന്ന് നമുക്കിവിടെ നോക്കാം. ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള റീസൺ നിങ്ങളുടെ വ്യക്തിയുടെ ഇടയിൽ ഒരു തേർഡ് പേഴ്സൺ കടന്നു വന്നതാണെന്ന് തന്നെ കാണുന്നുണ്ട്. അത് എങ്ങനത്തെ തേർഡ് പേഴ്സണും ആവാം. അതൊരു അഫെയർ ആവാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ ഒരു റിലേറ്റീവോ ആരും ആകാം. ഇവിടെ ആ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളെപ്പറ്റിയും കുറേ ഇല്ലാത്ത കഥകൾ ഈ ഒരു നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് പറയുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് മോശപ്പെട്ട കുറേ കാര്യങ്ങൾ പറയുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ അടുത്തും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് പല ആൾക്കാരും പറയുന്നുണ്ടാകാം. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങളാവട്ടെ നിങ്ങളുടെ വ്യക്തിയാവട്ടെ ശരിക്കും ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്ക് പോയത്. അതായത് നിങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ നിങ്ങളുടെ ചുറ്റിനും എന്താണ് നടക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ശരിക്കും സംശയമുണ്ട്. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ട്. നിങ്ങളുടെ വ്യക്തിക്കാവട്ടെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ചീറ്റ് ചെയ്യുകയാണോ, അതോ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ ആത്മാർത്ഥ സ്നേഹമുണ്ടോ എന്നൊക്കെ സംശയിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി കുറേ കാര്യത്തിൽ പശ്ചാത്തപിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൻ്റെ പല ആക്ടിവിറ്റി അല്ലെങ്കിൽ പല രീതിയിലുള്ള പെരുമാറ്റത്തിലും നിങ്ങളുടെ പേഴ്സണിന് ഒരുപാട് സംശയം തോന്നി തുടങ്ങിയതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് പറയുന്ന പല കാര്യത്തിനും അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്യുന്ന പല കാര്യവും നിങ്ങളുടെ വ്യക്തി ഒരു സൂക്ഷ്മമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം പറയുന്നതിൽ നിന്നും പിന്നെ മാറ്റി പറയുന്നുണ്ടോ, അതോ സാഹചര്യം അനുസരിച്ചിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ വ്യക്തമായിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തിക്ക്
മനസ്സിലായി തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു വ്യക്തിയല്ല. എല്ലാവരുടെയും മുമ്പിൽ സന്തോഷമായിട്ടും ഒരു ശുദ്ധ മനസ്സോടുകൂടി പെരുമാറും. പക്ഷെ ഒരുപാട് ചതിയും വഞ്ചനയും മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സണിനെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ബന്ധം മുമ്പോട്ട് പോകുന്നതിൽ ഈ ഒരു തേർഡ് പേഴ്സൺ വളരെ അസൂയോടുകൂടി നോക്കിക്കണ്ടിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ഈ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവാനായിട്ടുള്ള മെയിൻ റീസൺ ഈ ഒരു തേർഡ് പേഴ്സൺ ആണെന്ന് പറഞ്ഞിരുന്നുവല്ലോ. ആ പേഴ്സൺ കളിച്ച ഒരു ഗെയിമിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ പല വ്യക്തികളുടെയും സഹായം തേടിയതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കലഹം ഉണ്ടാവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ പരത്തുവാൻ വേണ്ടിയിട്ട് ഈ ഒരു തേർഡ് പേഴ്സൺ ഒരുപാട് വ്യക്തികളുടെ സഹായം തേടിയതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്. തേർഡ് പേഴ്സൺ മാത്രമല്ല, തേർഡ് പേഴ്സൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഈ ഒരു തേർഡ് പേഴ്സണെ സഹായിക്കാൻ. നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകാൻ അത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ പറയുന്നത് കേട്ട് നിങ്ങളുടെ അടുത്ത് അങ്ങനെ പെരുമാറേണ്ടിയിരുന്നില്ല. നിങ്ങളുടെ അടുത്തൊന്ന് സമാധാനമായിട്ട് സന്തോഷമായിട്ടൊന്ന് സംസാരിച്ചായിരുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു, നിങ്ങളുടെ യഥാർത്ഥ ഒരു സ്വഭാവം എന്തായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ അടുത്തുള്ള യഥാർത്ഥ വികാരം എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നു. ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തി ശരിക്കും പശ്ചാത്തപിക്കുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു വ്യക്തി എന്ത് ചോദിച്ചു വന്നാലും നിങ്ങളും ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചോദിച്ചു വന്നാലും ഈ ഒരു നിങ്ങളുടെ വ്യക്തിയും ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അത് വേണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും വിജയിച്ച് നിൽക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ ആണ്. കാരണം അവർ പ്ലാൻ ചെയ്തത് എന്താണോ അതവർ നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ബന്ധത്തിന് കാവലായിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണിന് ഇപ്പോൾ പല സംശയങ്ങൾ തോന്നാനിടയായതും ആ സംശയങ്ങളൊക്കെ ആ ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പല സ്റ്റെപ്സും നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തി ശരിക്കും നിങ്ങളെന്ന പേഴ്സണിനെ ഇവിടെ നിങ്ങളുടെ വ്യക്തി കാണുന്നത് ശരിക്കും ഒരു അമൂല്യമായിട്ടുള്ള ഒരു വസ്തുവായിട്ടാണ്. അതായത് നിങ്ങളെന്ന പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളില്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇല്ല. അതിപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിരിക്കുകയാണ്. ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ, ഈ ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ഒരു വാല്യൂ അവർക്ക് മനസ്സിലായിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണിന് ഒരിക്കലും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ അവരിപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. പല കാര്യത്തിനും, കുറച്ചുകൂടെ കാര്യത്തിനൊക്കെ ഇനി അവർക്ക് ക്ലാരിറ്റി ലഭിക്കാനായിട്ടുണ്ട്. അതായത് ഈ ഒരു തേർഡ് പേഴ്സൺ എന്തിനായിരുന്നു നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിച്ചത്? നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാവാം, അല്ലെങ്കിൽ പ്രണയിക്കുന്നവരാവാം. ഈ ഒരു തേർഡ് പേഴ്സൺ എന്തായിരുന്നു ബെനിഫിറ്റ്? അത് നിങ്ങളുടെ പേഴ്സണിന് കണ്ടുപിടിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തി ഇവിടെ ആലോചിക്കുന്നുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുമായിട്ട് പെട്ടെന്നൊരു റീയൂണിയൻ വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു മാനസികമായിട്ട് നല്ല വിഷമമുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇനിയും വന്നു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയെ ലൈഫിലേക്ക് സ്വീകരിക്കുമോ, ഈ ഒരു വ്യക്തിയുടെ അടുത്ത് ക്ഷമിക്കുമോ? കാരണം അത്രയ്ക്ക് മനസ്സിൽ കൊള്ളുന്ന രീതിയിൽ, മാനസികമായിട്ട് വിഷമം ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ആ വ്യക്തി മാത്രമല്ല സംസാരിച്ചിട്ടുള്ളത്, ആ വ്യക്തി എങ്ങനെയാണോ സംസാരിച്ചത് അതുപോലെ നിങ്ങളും തിരിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ സംസാരിക്കാനായിട്ടുണ്ടായ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി തന്നെയാണ്. കാരണം നിങ്ങൾ മനസ്സാവാച അറിയാത്ത കാര്യത്തിനാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് വഴക്കുണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ അത്രയേറെ ക്രൂശിക്കുമ്പോൾ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവസ്ഥ ഈ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അതുപോലല്ല നിങ്ങൾ. അതായത് നിങ്ങൾക്കറിയില്ല എന്തിനാണ് നിങ്ങളുടെ വ്യക്തി അനാവശ്യമായിട്ട് ഇങ്ങനെ വന്ന് സംശയത്തിൻ്റെ പേരിൽ ഓരോ വഴക്കുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക്, അതായത് നിങ്ങളുടെ പേഴ്സൺ ഇനി ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുക എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ശരിക്കും ഡൗട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ട്.
ഇവിടെ എന്തായാലും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ അവർ വ്യക്തമായിട്ട് എന്തൊക്കെയോ തീരുമാനിച്ചുറച്ചതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഡിപ്രഷൻ ആകട്ടെ, ആ ഒരു സ്ട്രെസ് ആവട്ടെ, ആ ഒരു സംശയരോഗം ആവട്ടെ, അതൊക്കെ പൂർണ്ണമായിട്ട് മാറിയൊരു അവസ്ഥയാണ്. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്തെടുത്താൽ മാത്രം മതി. ഇവിടെ നിങ്ങളുടെ കൂടെ സന്തോഷകരമായിട്ട് ജീവിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുകയാണ്, പിരിഞ്ഞിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ജീവിതത്തിലേക്ക് ക്ഷണിക്കണമെന്ന് അവർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചാൻസ് കൂടെ തരുമോ, ഇനിയും നമുക്ക് ഒന്നിച്ച് ജീവിക്കാം എന്നൊക്കെ അവർ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ കല്യാണം കഴിക്കാനിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ളൊരു കല്യാണം നടക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കാരണം നിങ്ങളെ ഒരിക്കലും ഏതൊരു ശക്തി വിചാരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ പിരിയേണ്ടവരല്ല. നിങ്ങളുടെ ബന്ധത്തിന് കാവലായിട്ട് ഇവിടെ യൂണിവേഴ്സ് തന്നെ ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ബന്ധത്തിന് യൂണിവേഴ്സൽ പ്രൊട്ടക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള റീസൺ ഈ ഒരു തേർഡ് പേഴ്സൺ ആണ്. ആ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും വന്നൊരു നെഗറ്റീവ് ഊർജ്ജമാണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായത്. നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം വിചാരിക്കുക. ഇതിനകത്തൊരു കാര്യം യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മോശമായിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ ചിലപ്പം ഈ ഒരു പുറത്തുനിന്ന് വരുന്ന തേർഡ് പേഴ്സൺ നിങ്ങൾക്ക് വിശ്വാസമാവുന്ന പല രീതിയിലുള്ള തെളിവുകൾ കാണിച്ചിട്ടുണ്ടാകാം. പല രീതി നിങ്ങൾക്ക് വിശ്വാസയോഗ്യതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചിലപ്പോൾ അവർ പറയുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ഒരിക്കലും മറ്റൊരു വ്യക്തി നിങ്ങളുടെ പേഴ്സണിനെ പറ്റി പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന കാര്യമാണെങ്കിൽ തന്നെയും അവരെടുത്ത് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ പേഴ്സണിനെയാണ്, അല്ലാതെ ഒരിക്കലും ഒരു തേർഡ് പേഴ്സണിനെ അല്ല. അവരെല്ലാ കാര്യങ്ങളും ത്യാഗം ചെയ്ത് നിങ്ങളുടെ എല്ലാ സ്വഭാവവും സഹിച്ച് കൂടെ നിൽക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അടുത്ത് ആ ഒരു പേഴ്സണിന് സ്നേഹമുണ്ട് എന്ന് തന്നെയാണ്. ഒരിക്കലും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള സ്നേഹത്തിനെ കുറിച്ചിട്ട് സ്നേഹം ഇല്ലായ്മ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരിക്കലും പുറത്തുള്ള ഒരാളല്ല വന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടത്. ഒരുപക്ഷെ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാകാം. പക്ഷെ ഈ പുറത്തുള്ള വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിരന്തരം തവണ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് സ്നേഹമില്ല എന്ന് നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു സംശയം ഉണ്ടാകാം. നിങ്ങൾ പിന്നെ ലാസ്റ്റ് ഒരു സംശയ ദൃഷ്ടിയോടുകൂടി നിങ്ങളുടെ പേഴ്സണെ നോക്കിക്കാണുകയും സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വഴക്കിടുന്ന ഒരവസ്ഥയും ഉണ്ടാകാം. ഈ സെയിം അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ സംഭവിച്ചത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയിൽ വന്നപ്പോഴത്തേക്ക് പല കാര്യങ്ങളും നിങ്ങൾക്കാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കാവാം, പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാനുള്ള ഒരു ടെൻഷൻ ഉണ്ടായി, ഒരു ഭയം ഉണ്ടായി. നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഭയം വന്നിട്ടുണ്ടാവാം. അതായത് എന്ത് കാര്യം ചോദിച്ചാലും വഴക്കിടുന്ന, അതായത് നിങ്ങളെ ഒരു പക്ഷേ ഉപദ്രവിച്ചിട്ട് പോലും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടമായപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തൊരു ഭയം വന്നു. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്തും വന്ന ആ ഒരു വികാരം. ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടെൻഷൻ ആവട്ടെ, നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ, മാനസികമായിട്ട് നിങ്ങൾ നല്ല വിഷമത്തിലാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ആ ഒരു അവസ്ഥ മാറും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. നിങ്ങളില്ലാതെ ആ ഒരു പേഴ്സൺ ഒരിക്കലും ജീവിക്കാൻ സാധിക്കുകയില്ല. നിങ്ങളിപ്പോൾ ആ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്ത് സ്നേഹമില്ല എന്നാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഏറ്റവും വാല്യൂ തരുന്ന ഒരാളാണ്. അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമുണ്ട്. അവരുടെ ഇമോഷൻസ് ഇപ്പോൾ അവർ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് ഉടനെ തന്നെ അവർ വന്ന് സംസാരിക്കുന്നതായിരിക്കും. അത് ഫോൺ വഴിയാകാം, അല്ലെങ്കിൽ നേരിട്ട് പോലും ആകാം. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഈശ്വരൻ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യം, പ്രാർത്ഥന സത്യസന്ധമാണ്, നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അത് ഈശ്വരൻ കേൾക്കുന്നത് തന്നെ ആയിരിക്കും. നമുക്കിനി നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അഫർമേഷൻ നമുക്ക് നോക്കാം. ഈ ഒരു അഫർമേഷൻ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കാർഡ്സ് നോക്കിയിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു അഫർമേഷൻ ഒന്നി കേൾക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യുക. ഈ ഒരു അഫർമേഷൻ നിങ്ങൾ കേൾക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു
സൈലൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. മനസ്സ് കാം ആൻഡ് ക്വയറ്റായിട്ട് വെക്കുക, മനസ്സ് റിലാക്സ്ഡ് ആയിട്ട് വെക്കുക, ശബ്ദമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഫോണൊക്കെ മാറ്റി സൈലൻറ്റിലിട്ടിട്ട് വെക്കുക. എന്നിട്ട് കണ്ണടയ്ക്കുക. 3 മിനിറ്റ് കണ്ണടച്ച് വെച്ചതിന് ശേഷം നിങ്ങളുടെ വ്യക്തിയുടെ പേര് 3 തവണ മനസ്സിൽ പറയുക. നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. അഫർമേഷൻ ഇതാണ്: ഇത് ഞാൻ കാണുമ്പോൾ എൻ്റെ ഫ്രീക്വൻസി സ്നേഹത്തിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് ഉയരുന്നതിനാൽ, ഇത് ഞാൻ കേൾക്കുമ്പോഴെല്ലാം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം ഇപ്പോൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം എനിക്ക് ഇന്നും എന്നും എപ്പോഴും ഇതുപോലെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. എൻ്റെ ജീവിതത്തിലേക്ക് എല്ലായ്പ്പോഴും ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന ദിവ്യമായ സ്നേഹത്തെ സ്വീകരിക്കാനായി ഞാൻ സന്തോഷത്തോടെയും നന്ദിയോടെയും ഒരുങ്ങിയിരിക്കുകയാണ്. എനിക്ക് ചുറ്റും എപ്പോഴും ഉള്ളതും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതുമായ സ്നേഹത്തെ സ്വീകരിക്കാനായി ഞാൻ സന്തോഷത്തോടെയും നന്ദിയോടെയും ഒരുങ്ങിയിരിക്കുകയാണ്. ഇത് ഞാൻ കേൾക്കുമ്പോഴെല്ലാം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെക്കുറിച്ച് ചിന്തിക്കുകയും എൻ്റെ സ്നേഹവും സാമീപ്യവും ആഗ്രഹിച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കേൾക്കുമ്പോൾ മുതൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെക്കുറിച്ച് ചിന്തിക്കുകയും എൻ്റെ സ്നേഹവും സാമീപ്യവും തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കേൾക്കുമ്പോൾ മുതൽ അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഞാൻ കേൾക്കുമ്പോഴെല്ലാം അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കേൾക്കുമ്പോഴെല്ലാം അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഇത് ഞാൻ ഓരോ തവണയും കേൾക്കുമ്പോഴും അവരുടെ മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മിസ് കോളെങ്കിലും എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ മുതൽ ഇനി അങ്ങോട്ട് നിരന്തരമായി അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഡെയിലി എപ്പോഴൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നോ അപ്പോഴൊക്കെ കേൾക്കുക. ഇവിടെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നതിന് പകരം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് പറയുക. പേര് പറയുമ്പോൾ അവരുടെ മുഖവും നിങ്ങളുടെ മനസ്സിൽ വരണം. ഇത് നിങ്ങൾക്ക് ഒരു ദിവസം ഒരുപാട് തവണ കേൾക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കിടക്കുന്നതിന് മുന്നേ, നിങ്ങൾ എപ്പോഴാണോ ഉറങ്ങാൻ കിടക്കുന്നത് അതിന് മുന്നേ നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു വ്യക്തിയിൽ നിന്നും ഒരു റെസ്പോൺസ്, പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ആവട്ടെ, അത് ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ, റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ബ്ലാക്ക് മാജിക് കൊണ്ടിട്ട് ഉള്ള പ്രശ്നം, സാമ്പത്തിക ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം, ഇതിനെല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് റിച്വൽസാണ് തയ്യാറാക്കി നൽകുന്നത്. അത് നിങ്ങളുടെ പേര് ഉപയോഗിച്ചിട്ടാണ് റിച്വൽസ് തയ്യാറാക്കി നൽകുക. റിച്വൽസ് കൂടാതെ കയ്യിൽ ധരിക്കുവാനുള്ള ബ്രേസ്ലെറ്റും ഉണ്ട്. അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് റീഡിങ്ങിലൂടെ ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കുക. റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യണമെന്നും വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകും. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.